ആ ഞാനേ ഒരു ഷെയർഡ് അക്കൗണ്ടില് ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ഓക്കെ. എനിക്ക് വേറെ ആരെയും അത്ര വിശ്വാസമില്ല. ഇത് നിങ്ങള് ഞാനില്ലെങ്കിൽ ഓപ്ഷൻ എന്തായാലും നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഓക്കെ ഓക്കെ അത് ഞാൻ അതിനു വേണ്ടി മാത്രാണേ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് കിടക്കുന്ന അക്കൗണ്ട് നമ്മുടെ ഓപ്ഷന്റെ മാക്സിമം ഫണ്ടാണോ? അല്ല അല്ല അല്ല, ഒരിക്കലും അല്ല. അല്ലല്ലോ. ആ അതറിഞ്ഞാൽ മതി. ഒന്ന് ഐഡിയ പറയോ? 1150. പിന്നെ കണ്ടൊരു കള്ളന്റെ ലക്ഷം ഉണ്ടല്ലോ, പിടിച്ചു പറിക്കാൻ വന്നതാണോടാ? ഓക്കെ, ഒന്ന് ബാങ്ക് ഓപ്പൺ ആക്കോ. ബാങ്ക് ഷെയർഡ് അക്കൗണ്ട് ഒന്ന് എടുക്കോ. അതില് കാണിക്കുന്നില്ല. ഒരു സെക്കൻഡ്. ആ പെണ്ണുങ്ങൾ നോക്കണം. പെണ്ണുങ്ങൾ ഷെയർഡ് അക്കൗണ്ട്. ആ ഷെയർഡ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കോ. ആ ഷെയർഡ് ബാങ്കിങ് സാഗുരു അസോസിയേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യോ. ചെയ്ത് ആ ഫണ്ട് ആണ് നമ്മളെ ഓപ്ഷനൊക്കെ വേണ്ടി മാറ്റി വെച്ച പൈസ. 10 lakh crore, 10 crore, 100 കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 1000 crore, 1 lakh crore. 1 ലക്ഷം കോടിയോ? 1 ലക്ഷം അല്ല, 15,500 കോടി ഇപ്പൊ ഇതിലുണ്ട്. ഇത് കൂടാതെ ഇതെങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? അത് കൗണ്ട് ചെയ്യാൻ 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore, 100 crore. എന്താ 1000 കോറ്, 10,000 കോറ് അങ്ങനല്ലേ വരാ? 1000 crore, 10,000 crore. ആ ശരിയാ, ഞാൻ ഇതിനൊക്കെ 10,000 വിട്ടുപോയി. 15,500 കോടി. ആ ഇത് ഈ ഫണ്ട് ഇവിടെ ഉണ്ട്. ഇതിന് പുറമെ എത്ര വേണമെങ്കിലും പറയരുത്. പറയരുത്. അത് പറയരുത്. ഇതാ KBN പമ്പും കൂടി എടുക്കണം ഇത് വെച്ചിട്ട്. അതുകൊണ്ടല്ല, ഈ ഫണ്ട് വെളിയിൽ എത്ര ഉണ്ടെന്ന് നമ്മളെ പറഞ്ഞ ആൾക്കാർ അതിനനുസരിച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരൂലേ? ആ ശരിയാ ശരിയാ ശരിയാ. അതുകൊണ്ട് നമ്മൾ ഫുൾ എമൗണ്ട് പറയരുത്. ലിമിറ്റില്ല, ലിമിറ്റ്ലെസ്. കോടി വിളിക്കുകയാണെങ്കിൽ 51,000 വിളിച്ചോ, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര വിളിക്കുന്നോ അതിന്റെ ഡബിൾ നമുക്ക് വേണം. എത്ര വിളിക്കുന്നോ അതിന്റെ കൂട്ടി കൂട്ടി വിളിച്ചോണ്ടെന്നോ. ഓക്കെ, അപ്പൊ പമ്പ് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കണം. ഓക്കെ, ഉറപ്പാണ്. ഞാനിതിൽ വെക്കാണ്. ഇത് ഞാൻ ഏറ്റെടുത്തു. ഓക്കെ, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. തൽക്കാലം പൊക്കോ. ഹലോ, നമുക്ക് ഈ ഒരു ബാലൻസ് വെച്ചിട്ട് നമുക്ക് മുതുക്കിലെ പമ്പ്, മുതുക്ക്, പലേട്ടോ, പിന്നെ സാൻഡി, യൂടൂൾസ്, മൊത്തത്തിൽ സെർവർ മൊത്തത്തിൽ എടുക്കാം. എനിക്ക് തോന്നില്ല ഇത് എന്തായാലും അവർ എന്റെ മോളിൽ വിളിക്കും. പക്ഷെ ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന പൈസ മാത്രമാണ്. ഓക്കെ, ഇതിന്റെ മോളിൽ നമുക്ക് എത്ര ആണെങ്കിലും ഫണ്ട് എന്ത് ചെയ്യാം, സോഴ്സ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നമുക്ക് ഇപ്പം ബാങ്ക് കൂടി അപ്ലൈ ചെയ്യുന്ന ലോണിന് ലിമിറ്റ്സ് ഇല്ല. അത് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഷോപ്സ് നമ്മൾ മാക്സിമം ഒരു 900 CR മുകളിൽ വിളിച്ചെടുക്കരുത്. ഷോപ്പോ? ഷോപ്പ് 600. എന്തൊക്കെയാ മേടിക്കണ്ടേ? ഒന്ന് മുതുക്കിലുള്ള ഷോപ്പില്ലേ, അല്ല ഇവിടെ ഉള്ള ഷോപ്പ്, മുതുക്കിലെ പമ്പ്, മുതുക്കത്തെ പമ്പ്. ഹലോ, ആ ഷെയ്ക്കേ, 5 ബർഗറും 5 കോള്. ശരി, പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ കൊടുത്തൂടാ, ഒരു മിനിറ്റ് പാക്ക് ചെയ്യട്ടെ. ആ പറഞ്ഞോ. ഹലോ, മുതുക്കത്തെ പമ്പ് TVന്റെ ബാക്കിലുള്ള 24/7. ഏതാ ടിവിയുടെ
സൈഡിലുള്ള മിനി മാർട്ടില്ലേ? മിനി മാർട്ട്. ആ ഓക്കെ. ഈ ഡ്രസ് ഷോപ്പ് ഇതിലുണ്ടോ? ഇല്ല, ഓപ്ഷൻ വരുന്നില്ല. ഡ്രസ് ഷോപ്പ് ഇല്ല. ഡ്രസ് ഷോപ്പ് കൊണ്ടുവരാൻ പറ്റൂലെന്നൊക്കെയാണ് ഗവൺമെന്റ് സൈഡ് പറഞ്ഞത്. എവിടെ പോയി? ഹലോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത്. മുച്ചരി ഇതാ വരുന്നത് ഇപ്പൊ. എനിക്ക് സപ്ലൈ ഉണ്ട് ലിക്കർ. ഒന്നിവിടെയുള്ള ചന്ദ്രൻ എടുക്കാന്ന് പറഞ്ഞു. ഇത് ആരുടെ നമ്പറാന്ന് അറിയോ ഗുരു? 1 2 3 4 5 6 7 8. ഞാൻ എന്റെ ഓഫീസ് ഹലോ ഹലോ ഇത് കോൾ ബൂത്ത് ആണ്. ആ അതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അതിൽ നിന്നാണല്ലേ വരുന്നത്. ഹലോ, എന്താ നിങ്ങള് ഷോപ്പൊന്നും എടുക്കുന്നില്ലേ? നമുക്ക് ആവശ്യത്തിലധികം പൈസ ഉള്ളത് ബിസിനസ്സിലേക്കില്ല. അതെ, നമ്മള് പറഞ്ഞ ഇതേ കക്കാനും പിടിച്ചു പറിക്കാനും വരുന്നവന്മാരെല്ലാം ഇവിടെ വരുന്നവന്മാരേട്ടാ. ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. കാശുള്ള ഒരു ബാങ്കിൽ വരുമെന്ന് അറിയാം. ഇതൊക്കെ പിടിച്ചു പറിക്കാൻ വരുന്നവനാ. ബാങ്കിൽ നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെങ്ങാനും കക്കാൻ വന്ന അടിച്ച് തല പൊട്ടിക്കുമല്ലോ. അത് പേടിക്കണ്ട. അപ്പൊ ഓപ്ഷൻ നമ്മൾ പൊളിക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങളില്ലെങ്കിലും ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ഓക്കെ ഓക്കെ, വാ വാ സൗകര്യ. എന്താടാ മോഷണമാണോ? ഇത് എന്നായിരിക്കും? ഡേറ്റ് എന്നായിരിക്കും? 5-ാം തീയതി കുറെ ആൾക്കാർ പറയുന്നുണ്ട്. 5-ാം തീയതി. 6-ാം തീയതി കുറെ ആൾക്കാർ പറയുന്നുണ്ട്. 6-ാം തീയതി ആണെങ്കിൽ ഞാനില്ല കേട്ടോ. 5-ാം തീയതി ഞാൻ ഉണ്ടാവും. അല്ല, ആരെങ്കിലും ഏൽപ്പിച്ചാ മതി. അത് ഏൽപ്പിച്ചോളാം. ഏൽപ്പിച്ചോളാം. ഓക്കെ ഓക്കെ സാർ ഗുരു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും കേറും. ഞാൻ വന്നിട്ട് വേണേ പൈസ എടുത്ത് കൊടുത്തോളാം. 6-ാം തീയതി ആണെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു ചെറിയൊരു DNA ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. ഇത് പമ്പിന്റെ 20% തരും. ഒരു സെക്കൻഡ്. ഹലോ ഹലോ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടോ? ഒരു 5 കോള് 5 പേർക്ക് റോട്ട് എത്ര നേരമായി? ഞാൻ അവിടെ പീഡിയുടെ ഫ്രണ്ട് നിൽക്കുക. ഓൾറെഡി കൊടുത്തു വിട്ടല്ലോ. കിട്ടിയിട്ടില്ലെന്നേ. എപ്പോഴേ കൊടുത്തു വിട്ടു. നീ അത് പോയി മേടിച്ചേ. എവിടുന്ന്? ഗോസ്മറേ. ഗോസ്മറ? എന്റെ പേര് തങ്കപ്പൻ സ്റ്റീവ്. നിന്റെ ശബ്ദത്തിൽ എനിക്ക് ആളെ പിടി. ആരാണ് നീ? അഭിനയിക്കല്ലേ നീ? ഗോസ്മറല്ലടാ. അല്ലെന്നേ, തങ്കപ്പൻ സ്റ്റീവ്. ഞാനെന്നാ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് വിളിക്കപ്പോ. തങ്കപ്പ സ്റ്റീവ്. സദ്ഗുരു എന്താ പറഞ്ഞേ? പിന്നെ സൂപ്പർ. ഞാൻ അഥവാ ഞാനില്ലെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് കേറിയിട്ട് ഞാനത് ചെയ്തു കൊടുക്കും. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ പമ്പിന്റെ 20% ഞങ്ങൾക്ക് തരും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50-50 ആണെങ്കിൽ 50-50 വെക്കാം, കുഴപ്പമില്ല. ഓ അത് നമ്മൾ ഡീലാക്കാം. ഓക്കെ സെറ്റ്. ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ കൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ഉപകാരമാണ്. ഒരാവശ്യം വന്ന ഒരു ബാങ്ക് തന്നെ ഉണ്ട്. പുള്ളി റിസർവ് ബാങ്കിന്റെ പുതിയൊരു ബ്രാഞ്ച് വളവിനിടുന്നുണ്ട്. അടുത്ത ആഴ്ച ഇനാഗുറേഷൻ. അതെ, ഈ സ്പോട്ടിലായിട്ട് വരണം.